sees my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me. Friends, welcome to my channel. ഇന്ന് നമ്മൾ ഒരു പവർ മെഷീനെ പറ്റിയാണ് അറിയാൻ പോകുന്നത്. ജായ്ക്ക് A2B എന്ന മോഡലിൽ ഉള്ള മെഷീനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഈ മെഷീന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീൻ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിൽ അറിയേണ്ടതായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ മെഷീൻ വാങ്ങിയതിന് ശേഷം ഈ ബോഡി ഇതിൽ ഫിറ്റ് ചെയ്ത് ഇവിടെ ലൂബ്രിക്കേഷനുള്ള ഓയിൽ ഒഴിക്കുവാണ്. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്കിതാ ഇവിടെ കാണുന്ന ഈ സ്പ്രിങ്ങോട് കൂടിയ ഭാഗം ഇവിടെ ഇതിൽ ഓയിലിൽ മുങ്ങി നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓയിൽ ഇതിൻ്റെ ഉള്ളിലെല്ലാം സ്പ്രെഡ് ആകുകയുള്ളൂ. ഇവിടെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചാണ് നമ്മൾ ഈ മെഷീൻ ഓൺ ഓഫ് ആക്കാനുള്ളത്. നൂലിടാനായിട്ട് ഇതേപോലെ 2 നോബ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഒരു നൂലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഒരു നൂലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിൽ കൂടി ചുറ്റി ഒരു ബോബലുള്ള കേസിലേക്ക് നമുക്ക് ചുറ്റാം. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ലിവർ പോലത്തെ സാധനം ഇതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുറുക്കി വെച്ചെങ്കിൽ മാത്രമേ തയ്ക്കുന്നു. അപ്പം ഈ ബോബൻ്റെ അകത്ത് നമുക്ക് നൂല് ചുറ്റാം. ഈ നൂല് ചുറ്റിയതിന് ശേഷം ഇതിൽ ഫില്ലായി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് തനിയെ നീങ്ങും. അപ്പോൾ നമുക്ക് ഈ നൂല് ഇവിടെ ഒരു കട്ടർ പോലത്തെ സാധനമുണ്ട്, ബ്ലേഡ്. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് നൂല് കട്ട് ചെയ്ത് വെക്കാം. പിന്നീട് ഈ നൂല് ഒരിടത്ത് ഉടക്കാതിരിക്കാൻ വേണ്ടി നമ്മളിതൊന്ന് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അടുത്ത ബോബൻ ചുറ്റാൻ നേരം ഇതിലിങ്ങനെ എടുത്ത് ചുറ്റാൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വിട്ടു പോകാതിരിക്കും. പിന്നെ നമ്മൾ ഇതിൽ ചുറ്റുന്ന നൂല് ഇവിടുന്ന് ഇതിലേക്ക് കയറ്റി ഇവിടെ ഒരു ഹോളുണ്ട്, അതിലേക്ക് കയറ്റി പിന്നെ ഈ ഹോളിൽ കയറ്റി ഇവിടെ ഉണ്ട് ഒരു ഹോള്. ഇതിലേക്ക് ഇങ്ങനെ കടത്തി ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്. ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ കടത്തി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ പിന്നെ ഈ ഇതിൻ്റെ അകത്തുകൂടി നൂല് കടക്കാനുള്ള ഈ സാധനം നേരെ സൂചി. ഈ സാധനം നമുക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ കുറച്ച് പവറും സ്പീഡും ഒക്കെ കൂടുതലുള്ളതായതുകൊണ്ട് നമ്മുടെ ഇതേപോലെ ഒരു സാധനം വന്നിരിക്കുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷൻ പോലെയാണ്. അതായത് നമ്മൾ സ്പീഡിൽ ഇങ്ങനെ തയ്ച്ച് പോകുമ്പോൾ സ്പീഡിൽ ഇങ്ങനെ തയ്ച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഈ സൂചിയിലേക്ക് നമ്മുടെ കൈ ചെന്ന് കയറാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരിതാണിത്. പിന്നീട് ഇതിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഒരു ഓട്ടോമാറ്റിക് കട്ടറുണ്ട്. അതായത് നമ്മളിങ്ങനെ തയ്ച്ച് വരുമ്പോൾ നമ്മൾ ഈ ചവിട്ടുന്ന ആക്സിലേറ്റർ കാലിങ്ങനെ വെച്ച് ഒന്നിങ്ങനെ കാൽക്കിലേക്ക് ആക്കി കഴിയുമ്പോൾ ഒരു സൗണ്ട് അവിടെ ഇങ്ങനെ നൂല് കട്ടാവും ഓട്ടോമാറ്റിക്കലി. കണ്ടോ, നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ നമുക്കങ്ങനെ ഓട്ടോമാറ്റിക്കലി നൂല് കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കത്രികയുടെ ഇത് ഓണാക്കി ഇടുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കട്ടിങ് നടക്കുന്നത്. അടുത്ത സ്വിച്ച് കാണുന്നത് ഒരു ആരോ 2 ആരോയും ഒരു സൂചിയുടെ മുന പോലത്തതും കാണാം. അത് നമ്മൾ ഓണാക്കുവാണെങ്കിൽ സൂചി എപ്പോഴും താഴേക്ക് നിൽക്കും. അത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സൂചി താഴേക്ക് നിൽക്കാം, തയ്ച്ച് നമ്മൾ നിർത്തുമ്പോൾ അത് മുകളിലേക്ക് നിൽക്കാം. അതിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു സ്വിച്ച്. ഈ പ്ലസും മൈനസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിന് 5000 വരെയാണ് ഇതിൻ്റെ സ്പീഡ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇങ്ങനെ 2600, 2700 ഇത് നമുക്ക് എത്ര സ്പീഡ് വേണം, 5000-ന് താഴെ എത്ര വേണേലും ആക്കാം. അത് കുറയ്ക്കണമെങ്കിൽ ഇതായി മൈനസ് ഞെക്കി കഴിയുമ്പോൾ അതിൻ്റെ പവർ കുറഞ്ഞു വരും. പിന്നെ ബാക്കിയുള്ള കുറച്ച് കീകൾ അതൊന്നും നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങളില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പറയണില്ല. നമ്മൾ തയ്ക്കുന്ന കാണി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഇതിങ്ങോട്ട് നമ്മൾ കൂട്ടാം, ഇങ്ങോട്ട് കുറയ്ക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, അവിടെ നേരെ വരുന്നതാണ് നമ്മുടെ കാണിയുടെ അകലം എന്ന് പറയുന്നത്. ഈ ലിവറിന് 2 ഉപയോഗമാണ്. ഒന്ന് നമ്മൾ ലോക്ക് ചെയ്യാം. തയ്ക്കണ കാണി നമുക്കൊന്ന് ലോക്ക് ചെയ്യാൻ, അതായത് ഇതിൽ പിടിച്ച് താഴത്തേക്കാക്കുമ്പോൾ മുന്നോട്ടും പുറകോട്ടും കണ്ടോ ഇത് നമ്മുടെ കാണി ഇത് തയ്ച്ച് വരുന്ന സാധനം ഒന്ന് ലോക്ക് ചെയ്തിരിക്കും. പിന്നീടൊന്നുള്ളത് നമ്മൾ മുന്നോട്ട് കാണിയുടെ അകലം കൂട്ടിയെന്ന് വെച്ചോ, ഇനി അത് നമ്മൾ കുറയ്ക്കണമെങ്കിൽ ഇത് അങ്ങനെ അനങ്ങൂല. പകരം നമ്മൾ ഈ ലിവർ ഇങ്ങനെ ഒന്ന് താത്തിയതിന് ശേഷം ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ
നമുക്ക് ആ കാണി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്ന ഒരു നീല സ്വിച്ച് പോലത്തത്, ഇത് നമ്മൾ കഴുത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതൊരു സീക്വൻസോ അല്ലെങ്കിൽ ഒരു കല്ല് പോലുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാഗം കാലുകൊണ്ട് ചെയ്യാണ്ട് തന്നെ വിങ്ങി കിട്ടും. ഈ സ്വിച്ചിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു സ്വിച്ചുണ്ട്. അത് നമ്മളിതാ ഇവിടെ 2 LED ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ സൂചിയൊക്കെ ഒന്ന് കോർക്കാനോ അല്ല ഇരുട്ടത്തൊന്ന് തയ്ക്കാനോ ഇതാ ഇവിടെ ഇങ്ങനെ ആ 2 സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ലിവറാണ്. ഇത് നമ്മൾ ഈ പ്രഷർ കാലുകൊണ്ട് ഇങ്ങനെ ഉയർത്താൻ വേണ്ടി ഉള്ളതാണ്. നമ്മൾ തുണി തയ്ക്കാനുള്ളത് കയറ്റി വയ്ക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ നമങ്ങെങ്കിൽ മാത്രമേ ഈ പ്രഷർ ഉയരുന്നത് കണ്ടോ. അത് ഈ നോബ് നമ്മളിങ്ങനെ കാലുകൊണ്ട് അകത്തുമ്പോഴാണ് ഈ പ്രഷർ ഉയരുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തയ്ക്കാനുള്ള തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഈ പിന്നെ ലിവർ പോലത്തെ സാധനം നമ്മൾ ഈ പെഡൽ ഈ പ്രഷർ മുഴുവനായിട്ട് ഉയർത്തി വെക്കാനുള്ളതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നൂലൊക്കെ കോർക്കാൻ നേരമൊക്കെയാണ് നമ്മളിത് ഉയർത്തി വെക്കണത്. അതിനുള്ളതാണ് ഈ ഒരു നോബ്. ഇതിൽ ഓയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി തനിയെ സ്പ്രെഡ് ആകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഒരു 3000-ന് മുകളിലേക്ക് നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. 3200 ഇട്ടു. അതിന് ശേഷം നമുക്ക് തയ്ച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നൂലെല്ലാം ഇതിൽ നിന്ന് ഊരി ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ തയ്ക്കുമ്പോൾ ഇവിടെ ഒരു അംബ്രല്ല മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ആൾക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ യാതൊരു വിധത്തിലുള്ള പേടിയും വേണ്ട. അത് ഏകദേശം ആ ഒരു ഫംഗ്ഷൻ കുറച്ചൊരു ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അംബ്രല്ല മെഷീനിലെ അതേ സെയിം സൂചി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ബോബൻ കേസ് നമ്മുടെ അംബ്രല്ല മെഷീനിലെ പോലെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് നൂല് ലോഡ് ചെയ്യുന്നത്. അതിന് അംബ്രല്ല മെഷീൻ്റെ തന്നെ നമുക്ക് ബോബൻ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഈ ബോബൻ നമുക്ക് അലുമിനിയത്തിലാണ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അംബ്രല്ല മെഷീൻ്റെ തന്നെ ബോബനാണ്. അത് ഇതിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് അടിവശത്ത് താഴെ ഇട്ട് കൊടുക്കുന്നതും. ആ ഒരു ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ മെഷീൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. നമുക്ക് ബോബൻ ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടുക്കി വയ്ക്കാം. അതുപോലെ സ്പെയർ ആയിട്ടുള്ള ഒരു പ്രഷറിൻ്റെ ഇതൊക്കെ ചോക്ക്, സൂചി കോർക്കണത്, അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.